ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെന്നൊരു അടിപൊളി മാലയാണ്. ഇതുണ്ട്, മുത്തുകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ള മാലയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറും വൈറ്റ് കളർ ബീഡ്സും ആണ്. വൈറ്റ് കളർ ബീഡ്സ് 6mm സൈസും ഗോൾഡൻ കളർ ബീഡ്സ് 4mm സൈസും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗിയർ വയർ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗിയർ ലോക്ക് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഹുക്ക്, അതും ഏത് ടൈപ്പ് ഹുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ജമ്പ് റിങ്സ് 2. പിന്നെ ടൂൾസാണ് കട്ടർ ആൻഡ് പ്ലെയർ. ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. അപ്പം ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുക. 1 മീറ്റർ ലെങ്ത്തിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ 2 വരിയാക്കി മടക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കോർക്കുമ്പോൾ 2 വരി നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് ലെങ്ത്തിലെടുക്കുക. ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാലയ്ക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് ഈ ത്രെഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഹുക്ക് ഒരു ജമ്പ് റിങ്ങിൽ കോർത്തു. അതിനുശേഷം ഈ ജമ്പ് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഗിയർ വയർ എടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഗിയർ ലോക്ക് ഇല്ലെങ്കിൽ 1-2 കെട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്താലും മതി. അതുപോലെ ഗിയർ വയറിന് പകരം നമ്മൾ എംഗാസ് വയർ അല്ലെങ്കിൽ മെറ്റൽ വയർ ഉണ്ടാവില്ല, ഗോൾഡൻ കളർ, അതെല്ലാം യൂസ് ചെയ്യാം. നമ്മൾ ഗിയർ ലോക്ക് ഒരെണ്ണം എടുത്തു. എന്നിട്ട് രണ്ട് അറ്റം ഉണ്ടല്ലോ, 2 വയർ ഒരുമിച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ കോർത്ത് ഇതുപോലെ ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യാം. ഗിയർ ലോക്ക് ഈ അറ്റത്ത് കൊണ്ട് വെച്ചിട്ട് അത് നമുക്ക് ലോക്ക് ചെയ്യുന്ന പോലെ, അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിൽ പ്ലെയർ വെച്ച് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യുക. പ്ലെയർ യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്തു. അപ്പോൾ അവിടെ ലോക്കായി. ഇനി നമ്മൾ ആ വയർ ഊരി വരില്ല. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതിനുശേഷം നമുക്ക് ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡൻ കളർ മുത്ത് 2 ഈ അറ്റമുണ്ടല്ലോ, 2 വയറിൽ ഒരുമിച്ചാണ് കോർക്കുന്നത്. കോമൺ ആയിട്ട് ഒരു മുത്ത് കോർത്തു. അതിനുശേഷം നമ്മൾ വൈറ്റ് കളർ മുത്ത് കോർക്കുന്നത് 2 വയറിലും വേറെ വേറെയാണ് കോർക്കുന്നത്. ഒരു വയറിൽ ഒരു വൈറ്റ് കളർ മുത്തും അടുത്തതിൽ ഇതേപോലെ തന്നെ ഒരു വേറെ മുത്തും കോർക്കുക. ഗോൾഡൻ കളർ മുത്ത് മാത്രം 2 വയറിനും കോമൺ ആയിട്ട് ഒരെണ്ണം കോർക്കുക. ഇതേ മെത്തേഡിലാണ് നമ്മൾ ഈ മാല മുഴുവനായിട്ട് കോർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് വെക്കുന്ന സമയത്ത് താഴത്തെ വരിയിൽ വരികയാണെങ്കിൽ ഒരു മുത്ത്, പിന്നെ അടുത്തത് മുകളിൽ വരുന്ന പോലെ വരും. അല്ലെങ്കിൽ ആദ്യം മുകളിൽ കോർക്കുക, പിന്നെ താഴെ വരുന്ന പോലെ വെക്കുക. അല്ലെങ്കിൽ നമുക്ക് കോർത്ത് കഴിഞ്ഞ ശേഷം മുത്തിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നമുക്ക് മാറ്റാനൊക്കെ പറ്റും. ഇതേ പാറ്റേണിൽ, അതായത് ഇതേ ഡിസൈനിൽ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റ്, കമ്മൽ, പിന്നെന്താ പറയുക, മാല, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ തന്നെ മുത്തിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചും ഇതേപോലെ നമുക്ക് നിറയെ ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഗിയർ വയറിൽ ചെയ്ത പോലെ തന്നെ മെറ്റൽ വയറിൽ ബ്രേസ്ലെറ്റ് ചെയ്ത് കാണിക്കാം. അതായത് ഈ പാറ്റേണിൽ തന്നെ കുറച്ച് ചെറിയ വ്യത്യാസം വരുന്ന ഡിസൈനിൽ ചെയ്ത് നോക്കാം. അപ്പോൾ അതും നല്ല ഭംഗിയുണ്ടായിരിക്കും. ഞാൻ ഇതിലാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഗിയർ വയറിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ മെത്തേഡ് ചെയ്യുന്നത്. മെറ്റൽ വയറിൽ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 വൈറ്റ് കളർ മുത്ത്, ഒരു ഗോൾഡൻ കളർ മുത്ത്, അങ്ങനെ എത്ര ലെങ്ത്ത് വേണോ അങ്ങനെ ഒരു ഭാഗമാണ് കോർത്തിരിക്കുന്നത്. ഞാൻ നടുവിലൊരു ലോക്കറ്റ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 മുത്ത് വരുന്ന പോലെ, അതായത് നമ്മളിപ്പോൾ 2 വൈറ്റ് കളർ മുത്ത് കോർത്ത് നിർത്തിയ ശേഷം ഈ 2 വയറും അറ്റം ഉണ്ടല്ലോ ഒപ്പം പിടിച്ചിട്ട് 4 വെള്ള മുത്ത് കഴിഞ്ഞിട്ടുള്ള ഗോൾഡൻ കളർ മുത്ത് വരുന്നുണ്ടല്ലോ, ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ റൗണ്ടിലെടുക്കുകയാണ്. അതായത് നൂല് വലത് ഭാഗത്തേക്ക് വരുന്ന പോലെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരുന്ന പോലെ കോർക്കുക. കോർത്തിട്ട് അത് വലിക്കുമ്പോൾ കറക്റ്റ് ഈ 4 പെയറായിട്ട് നമ്മൾ കോർത്തിരിക്കുന്ന വൈറ്റ് കളർ മുത്തുകളുണ്ടല്ലോ, അത് കറക്റ്റ് റൗണ്ടിലായിട്ട് വരും. അപ്പോൾ നമുക്ക് നടുവിൽ ഇതുപോലെ ഒരു ലോക്കറ്റ് പോലെ വരാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ലോക്കറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ എത്ര ലെങ്ത്ത് വേണോ അങ്ങനെ കോർത്ത് പോയാൽ മതി മാലയ്ക്ക്. ഇത്രയും റൗണ്ട് വേണമെങ്കിൽ നമുക്ക് 3 സെറ്റ് പെയർ വെള്ളമുത്ത് വരുന്ന അത്രയും കോർത്താൽ മതി. ഞാനിവിടെ 4 എടുത്തതിന് പകരമായിട്ട്. പിന്നെ നമുക്ക് മറ്റേ ഭാഗത്ത് കോർത്ത പോലെ തന്നെ അത്രയും ലെങ്ത്തിൽ ഈ ഭാഗത്തുകൂടി സെയിം പാറ്റേണിൽ കോർക്കാം. 2 വെള്ളമുത്ത്, ഒരു ഗോൾഡൻ കളർ മുത്ത്, വീണ്ടും 2 വൈറ്റ് കളർ ബീഡ്സ്, പിന്നെ ഒരു ഗോൾഡൻ കളർ ബീഡ്, അങ്ങനെ ഇതേ ലെങ്ത്തിൽ തന്നെ നമുക്ക് മറ്റേ ഭാഗത്തോട്ട് കോർക്കാം. ഞാൻ ഒരു ഭാഗത്ത് 11 പെയേഴ്സ് ആണ് കോർത്തിരിക്കുന്നത്. അത് 22 വൈറ്റ് കളർ ബീഡ്സ് ആണ് ആ ഭാഗത്ത് കോർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഭാഗത്തും 22 വൈറ്റ് കളർ ബീഡ്സ് ആണ് കോർത്തിരിക്കുന്നത്. നെക്സ്റ്റ് നടുവിൽ വരുന്ന എത്ര റൗണ്ടിൽ വേണോ അത്രയും മുത്ത് നമുക്ക് കോർക്കാം. ലാസ്റ്റ് ഇതേപോലെ തന്നെ ഗിയർ ലോക്ക് കോർക്കുക. വീണ്ടും നമ്മൾ ജമ്പറിങ് കോർത്തിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് വയറ് വലിച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജമ്പറിങ് ഇതേപോലെ തന്നെ 2 വയറും ഒരുമിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കോർക്കുക. അതിനുശേഷം നമ്മൾ ഈ ഗിയർ ലോക്ക് ഓൾറെഡി കോർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഗിയർ വയറ് വലിച്ച് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ അഴിഞ്ഞ് വരില്ല. ഇനി ഗിയർ ലോക്ക് ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ സാധാരണ മുത്തൊക്കെ മാല കോർത്തിട്ട് ലാസ്റ്റ് കെട്ടി അവസാനിപ്പിക്കുമല്ലോ, അതേപോലെ തന്നെ 1-2 കെട്ടൊക്കെ ഇട്ടാൽ മതി. പിന്നെ ഗിയർ വയർ ആകുമ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ നന്നായി ചിലപ്പോൾ ടൈറ്റായി നിൽക്കില്ല, അത്ര മെൻസുള്ള ടൈപ്പ് ആയതുകൊണ്ട് ഊരി വരാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ ഗിയർ വയറിൽ എപ്പോഴും ഗിയർ ലോക്ക് യൂസ് ചെയ്യുന്നത്. ഗിയർ ലോക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഗിയർ വയറിന് പകരം വേറെ എംഗാസ് വയർ, ഫിഷിംഗ് വയറൊക്കെ ഉണ്ടല്ലോ, ആ വയറിൽ ഈ ഡിസൈൻ ചെയ്താലും മതി. നല്ല ഭംഗിയായിരിക്കും കാണാൻ.
അപ്പോൾ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് ലോക്കാക്കി ഇനി എക്സ്ട്രാ വരുന്ന വയറൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലോക്കറ്റ് ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് കോർത്ത ആ ഒരു ഡിസൈൻ കൂടി കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും എന്തായാലും കമൻറ്റ് ബോക്സിൽ അഭിപ്രായവും സജഷൻസ് ഒക്കെ എഴുതി അറിയിക്കണം. അപ്പോൾ നമ്മൾ ഈ ലോക്കറ്റിന് പകരം നമുക്ക് ലോക്കറ്റ് ഇല്ലാതെ ലെങ്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണിത്. ഇത് കണ്ടത് ലോക്കറ്റ് ഇല്ലാതെയാണ്. നമ്മൾ സാരിയുടെ കൂടെയൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് ഇതുപോലെ കോർത്തിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നെക്കിൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്ന പോലെ ലെങ്ത്ത് കുറച്ചിട്ട് ഷോർട്ടായിട്ട് ചെയ്താലും ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ കമൻസ് എല്ലാം എഴുതി അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമുള്ളവർക്കെല്ലാം ഒന്ന് ജ്വല്ലറി മേക്കിംഗ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.